എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇത്രയും നേരം? അല്ല, ഞാൻ അങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങുമായിരുന്നു. അത് വേണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ. സത്യത്തിൽ ഈ ലാപ്പിന്റെ കേസേ. ആ ലാപ്പിന്റെ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ എന്താ ഇവിടത്തെ പ്രശ്നം? ബിനുവിന് അഹങ്കാരം കൂടിയിട്ടുണ്ടോ? അതെന്നെ വർത്താനാണ് നീ പറഞ്ഞേ. ഞാൻ പുള്ളി പല ചാനലിലും പല വാർത്തയാ പറഞ്ഞത്. തലിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാൻ ഈ മരുഭൂമിയൊക്കെ ദിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശിയും വേലായുധനുവാ എന്നെ രക്ഷിച്ചത്. ഏത് തെറി പറഞ്ഞതോ? കൊല്ലൂന്ന് പറഞ്ഞത്. ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് പോയി കത്തി എടുത്ത് കോഴീനെ കൊല്ലും. അന്റെ ഒട്ടം കരലോട് തമ്മക്ക് ഞാൻ പോട്ടി ഉണ്ടാക്കി തരും. ഫോട്ടോ ഇടാൻ പോലും എനിക്കറിയില്ല. വാട്സപ്പ് അറിയാല്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഫോട്ടോ ഇടാൻ എനിക്കറിയില്ല. നാണക്കേട് ചിരി വരുന്നു. നീ അപ്ഡേഷൻ അല്ല, ഇവള് അപ്ഡേഷൻ ആണ്, ഇങ്ങനെ സംസാരിക്കില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് ബിനിച്ചേട്ടന്റെ പേജ് ബിനിച്ചേട്ടൻ കൈകാര്യം ചെയ്യാറില്ലല്ലോ. ഇനി എന്നാ ചെയ്യണം? ന്യൂജൻ പിള്ളേരുടെ കൂട്ടുകെട്ടണം, വാട്സപ്പ് ഫേസ്ബുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ നാട് ഓടുമ്പോ നടുവേ ഓടണം. ആ പയ്യൻ പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ബിനു പറയുമ്പോൾ എനിക്ക് കള്ളത്തിലൊക്കെ ഉണ്ടോ സംശയമുണ്ട്. നിന്റെ നോട്ടം കണ്ട ഞാൻ ഏതാണ്ട് ചെയ്തപ്പെട്ടുണ്ടല്ലോ. ഒരു ബിസിനസ്സും ഇല്ല, ഉള്ള വീട് വിറ്റും. ദാരിദ്ര്യം വലിയ ധൈര്യമുള്ള ആളാ ഞാൻ. അതെ, നമുക്കാർക്കും ധൈര്യമില്ലേ? നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല. എന്റെ അത്ര ധൈര്യം നിങ്ങൾക്കില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കും. ഇത് കോംപ്രമൈസിൽ തീർക്കാൻ ചെല്ലുന്നവരോട് ഈ ജിനീഷ് പറയുന്നത്. പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട്. ചോദിക്കാം, നിങ്ങൾ നല്ലൊരു കലാകാരനാണ്, നിങ്ങൾ ശരിക്കും മണ്ടറാണോ? കൂടെ നിൽക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നാളെ 8 നില പണി കിട്ടിയിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ഞാൻ ഈ വലിയ നിലയിൽ എത്തിയെന്ന്. ബിനു അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. അയ്യോ, എന്റെ പൊന്നെ, എന്നെ മനപ്പുറത്തും സെയിം പിച്ച്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വ്യക്തിയെ ഞാൻ ഇടിച്ചു എന്ന് പറഞ്ഞു. ഈ വ്യക്തി ഇടിച്ചെങ്കിൽ അവന്റെ ദേഹത്തെ എന്റെ നഖോ അവന്റെ മുഖത്ത് ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഇടിച്ച പാടോ അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നെ വർത്താനം ചോദിച്ച വർത്താനം കേട്ടു. കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും വലുത് എന്റെ സുഖമില്ലാത്ത മകളാണ് എന്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം. കണ്ടോ എന്റെ വേദനയാടി, നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാവും. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് പോകും? ഇത് മതി. ഇങ്ങനെ ആരുമില്ല. ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടിയത്? എന്തായാലും സംഭവിച്ചില്ലേ, നീ സമാധാനിക്ക്. എന്റെ ആ കൊച്ചിന് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ് ഞാൻ. അതിന് വലിയൊരു സത്യവിടാൻ എനിക്ക് പറ്റില്ല. ഏതായാലും നീ കരയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റും. അതിനപ്പുറത്തൊരു സത്യം എനിക്കില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? സന്തോഷമായി. പിന്നെ ഞാനാണ് വഴക്കുണ്ടാക്കിയത്. ചേട്ടനല്ല വഴക്കുണ്ടാക്കിയത്, പിന്നെ സാറാണ് വഴക്കുണ്ടാക്കിയത്. ഇനിയിപ്പോ ഞാനാണ് വഴക്കുണ്ടാക്കിയത്. അല്ല, അവരെ ഇങ്ങനെട്ട് കുലുക്കാൻ ഞാൻ കസുമാവാണോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.